പാലക്കാടൻ കാറ്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ കാറ്റ് എങ്ങോട്ട് വീശുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ 4-5 മണ്ഡലങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിലൊന്ന് പാലക്കാട് തന്നെയാണ്. അവർക്ക് വോട്ട് പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയുമാണ് അവരോട് മത്സരിപ്പിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് ഇത്തവണ ജയിച്ചു വരുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവരവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ മറുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2011 ശേഷം LDFന് കൈവിട്ട ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ പാലക്കാട്. അവിടെ UDFും 16 മുതൽ UDFും ഈ പറയുന്ന BJPയും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തവണയും അതിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് പാലക്കാട് നടക്കാൻ പോകുന്ന മത്സരം. അതിൽ ഒരു ത്രികോണ മത്സരം. NMR റസാക്ക് സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ബേസുള്ള ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ 3-ാം സ്ഥാനത്തെ മറികടന്ന് 2-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഫലം കൂടി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ 2021 നടന്ന തിരഞ്ഞെടുപ്പും അതിനുശേഷം 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയുമൊക്കെ കണക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആണ് നമുക്ക് ഈ ബിഗ് ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടം അവിടെ വരുന്നത്. ഈ നമ്മൾ BJPയെ കണക്ക് കൂട്ടുമ്പോൾ BJP അവിടെ പെട്ടെന്ന് കടന്നു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ സാമൂഹികമായ സവിശേഷതകളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിന് വേരുകളുള്ള ഒരു പ്രദേശമായിരുന്നു പാലക്കാട് നമുക്ക് കാണാൻ കഴിയും. തിരഞ്ഞെടുപ്പുകളിൽ ആദ്യ തിരഞ്ഞെടുപ്പുകൾ മുതൽ തന്നെ ഒരു 3-ാം കക്ഷി പാലക്കാട് ഉണ്ടായിരുന്നു. അത് പാലക്കാട് മണ്ഡലത്തിൻ്റെ അവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഒരു സവിശേഷതയുമായി കൂടി ബന്ധപ്പെട്ടാണ്. മുഖ്യമായും പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം സവർണ വിഭാഗങ്ങൾ വലിയ തോതിൽ ഉള്ളൊരു മണ്ഡലമാണ്. സവർണ ഹിന്ദു വിഭാഗങ്ങൾ. അതിൽ കൽപ്പാത്തി പോലുള്ള പ്രദേശങ്ങളിലെ ബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള നായർ വിഭാഗങ്ങളുണ്ട്, മൂത്താൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഹൈന്ദവ സവർണരും ഹൈന്ദവരുമായ ആളുകൾ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് BJPയുടെ ഒരു ബേസ് എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതിനെ അവർ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പല കാലങ്ങളായി ശ്രമിച്ചിരുന്നു. 80-ൽ BJP ഉണ്ടായപ്പോഴും അതിനു മുമ്പ് ജനസംഘമായിരുന്നപ്പോഴും ഒക്കെ തന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട്.